നമ്മൾ ഇന്നലെ ചർച്ച നടത്തിയ 2-3 വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്ക് യാഥാർത്ഥ്യമാകുന്നതാണ് കണ്ടത്. അതായത് TG മോഹൻദാസിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ TG മോഹൻദാസിന് ജാമ്യം അനുവദിച്ചു എന്ന് മാത്രമല്ല, അതിശക്തമായ ഭാഷയിൽ കോടതി കേരള പോലീസിനെ വിമർശിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ രാവിലെ ചർച്ച ചെയ്ത ടോപ്പിക് ഒന്ന്, TG മോഹൻദാസിന് കോടതി റിമാൻഡ് ചെയ്യില്ല, അയാളെ ഇറക്കി വിടും എന്നുള്ളതായിരുന്നു ഒന്ന്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയയുടെ വാക്ക് കേട്ടുകൊണ്ട് ചാടി പുറപ്പെടരുത് എന്ന് നമ്മൾ സർക്കാർ പല വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ നോക്കി ഭരിക്കാൻ പോയാൽ പണി കിട്ടും, അത് പുറകെ വരും എന്നുള്ളത് 2-3 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നമ്മൾ പറയുകയുണ്ടായി. ഇത് രണ്ടും ഏതാണ്ട് യാഥാർത്ഥ്യമായി. ഇപ്പം നമുക്കറിയാം TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക യാതൊരു വകുപ്പും ഉണ്ടായിരുന്നില്ല. ആയെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്ന ഘട്ടം വന്നപ്പോൾ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ കോഗ്വാവിളിയായി. എന്തുകൊണ്ട് നിങ്ങൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്നാ പഠിച്ചോ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തേക്കാം? കാരണം നിങ്ങൾ സംഘി ഗവൺമെന്റ് ആണ് എന്ന് ഇവരൊരു തട്ടും. അത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്കങ്ങ് പേടിയോ ഭയമോ? എന്തിനാണ് പേടിക്കുന്നത്? ഈ കോഴിയെ കട്ടവന്റെ തലയിൽ കൂടെ ഇരിക്കും. ഇവരെന്തിനാണ് ഭയക്കുന്നത്? CPM അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സത്യത്തിൽ സംഘി ഗവൺമെന്റ് കഴിഞ്ഞു പോയതാണ്. അതെ, സംഘിയുടെ സർക്കാർ കഴിഞ്ഞ സർക്കാർ 10 വർഷം കേരളം ഭരിച്ചാണ് സംഘി, പിണറായി സർക്കാർ. അല്ല, എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ രമേശ് ചെന്നിത്തലയുടെ മേൽ പണ്ട് തന്നെ ഒരു സംഘി പട്ടം ചാർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ദൗർബല്യം, ഈ ഒരു വീക്ക്നെസ്സുകാർ പിടിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ശരിക്കും പേടിപ്പിക്കാം എന്ന ധാരണ അവർക്ക് കാണും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു വിഷയം കൂടെ വിട്ടുപോയി. ഇതിന്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞത്, മറ്റേ അടൂരിലെ MVD എൻഫോഴ്സ്മെന്റുകാരെ സോഷ്യൽ മീഡിയയിലെയും പിന്നെ കള്ളവാർത്തയുടെയും പേരിൽ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത് ശരിയായിട്ടില്ല. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതും പിൻവലിച്ചു. അതേക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പോലീസിന് രൂക്ഷ വിമർശനമാണ് കോടതിയുടെ നടത്തിയത് എന്ന് മാത്രമല്ല, TG മോഹൻദാസിനോട് താൻ പോയി തൻ്റെ ബാക്കി യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ഉള്ള ഒരു അനുവാദം കൂടി കോടതി കൊടുത്തിരിക്കും. പറക്കിക്കൊണ്ട് വരികയും ചെയ്തു. എന്താണ്? കാള വെറ്റു, കയറെടുത്തു, ഇത്രയേ ഉള്ളൂ. ആയെങ്കിൽ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത വഴിക്ക് രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ വരുന്നു. TG അറസ്റ്റ് ചെയ്തില്ല. ഉടനെ പോലീസിനെ അയക്കുകയാണ്. TG പൊക്കുന്നു, കൊണ്ടുവരുന്നു, കോടതി കൊണ്ട് ഹാജരാക്കുന്നു, കോടതി ഇറക്കി വിടുന്നു. അല്ല, മാത്രമല്ല TG പിടികൂടിയിൽ തന്നെ ഒരു മര്യാദകേടിൻ്റെ ഒരു അംശമുള്ള പ്രായമുള്ള മനുഷ്യൻ. അദ്ദേഹം ചെയ്തത് എന്തോ ആയിക്കോട്ടെ, നമ്മളതിനായിരിക്കുന്നില്ല. പക്ഷേ ഇത്രയും പ്രായമുള്ള മനുഷ്യനെ രാത്രി എന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് പിടിക്കുകയും രാത്രി 2 മണിക്ക് മറ്റു തിരുവനന്തപുരം എത്തിക്കുമ്പോൾ ഇത്രയും ദൂരം ആ നേരത്തെ യാത്ര ഒന്നും ഉറങ്ങേണ്ട മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ നമുക്കറിയില്ല. അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹം LLB പാസ്സായിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സർക്കാരിൽ നിന്ന് നല്ല പദവിയിലിരുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഏതാണെങ്കിലും ഒരു പ്രായമുള്ള സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ സീനിയർ സിറ്റിസൺസിന് നമ്മൾ കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. ഒരു പരിഗണനയും കൊടുക്കാതെ തന്നെ കൊണ്ടുവന്നത്. ഇപ്പം നമുക്കറിയാം, അങ്ങനെ എടുത്തിടാനായിരുന്നെങ്കിൽ ആദ്യം അകത്ത് എടുത്തിടേണ്ടത് ആരെയാണ്? MM മണിയായിരുന്നു. അതെ, ഈ CPM ഭരിക്കുന്ന സമയത്താണ് MM മണി സ്ത്രീകളെല്ലാം മറ്റേ പണിക്ക് പോവാണെന്ന് പറഞ്ഞ ടീമാണ്. അവിടെ തേയിലത്തോട്ടത്തിൽ മറ്റേ പണിയാണ് ഇങ്ങനെ കാണിച്ചത്. മറ്റേ പണി നടത്തുക എന്ന് പറഞ്ഞ ഈ സ്ത്രീകളെ ഇത്രയും മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ച ഒരാൾ ഈ കേരളത്തിൽ തന്നെ ഇല്ല. അങ്ങനെയുള്ള MM മണി എവിടെ ഇരിക്കുന്നു? TG മോഹൻദാസ് പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്താണ്? ഇവിടുത്തെ പോലീസ് കാണിച്ചു കൂട്ടിയത് എന്താണ്? പക്ഷെ കോടതി എന്ന് പറഞ്ഞൊരു സംവിധാനം ഈ നാട്ടിലില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തൊട്ട് നമ്മൾ പറയുന്നുണ്ട്, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള യാതൊരു കുറ്റവും അദ്ദേഹത്തിന്റെ ഭാഗത്ത്. മറുനാടൻ മലയാളി എന്ന് സോർസന നമ്പൂരി അറസ്റ്റ് സംഭവം നമുക്കറിയാലോ. അതെ, അത് മറുനാടൻ മലയാളിയുടെ പക തീർക്കാൻ വേണ്ടി അദ്ദേഹം വേറെ സ്ഥാപനത്തിലെടുത്ത് ജോലി ചെയ്യുന്നപ്പോൾ കേസ് കുത്തിപ്പോക്കുന്നു. കുത്തിപ്പോക്കി അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോകുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. TG മോഹൻദാസ് പറഞ്ഞെന്താണ്? ഞാനായിരുന്നു പ്രധാനമന്ത്രിക്ക് ഞാൻ എല്ലാത്തിനും വെടിവെച്ചങ്ങ് പോകുന്നത്. പിന്നെ അവിടെ വന്ന സ്ത്രീകൾ ബലാത്സംഗം ആഗ്രഹിക്കും. ഇത് 2 പ്രസ്താവനയും നിയമപരമായി നിലനിൽക്കുന്ന കാര്യമേ അല്ല. അത് മാത്രമല്ല, ഇത് പരാതി കൊടുത്ത ആൾക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യമെന്ന് വരെ കോടതി ചോദിച്ചിട്ടുണ്ട്. അയാളെ ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ചോദിച്ചു. അല്ല, നമ്മുടെ നാട്ടിൽ കോടതിയും കൂടെ ഇല്ലായിരുന്നുള്ള അവസ്ഥ. അതെ, അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചെന്നിത്തലയുടെ പോലീസിനെ കോടതി എടുത്തിട്ട് ഉരുട്ടി. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ തവണ പിണറായി വിജയന് പറ്റിക്കൊണ്ടിരുന്നത് എന്താണ്? ഒരിടത്താണോ? ആരെയൊക്കെ പിടിച്ചോണ്ട് പോയോ അവരെ എല്ലാം ഇറക്കി വിടേണ്ടി വന്നിട്ടുണ്ട്. ഷാജൻ സ്കറിയെ എത്ര തവണ ഇറക്കി വിട്ടു? KM ഷാജഹാനെ എത്ര തവണ ഇറക്കി വിട്ടു? PC ജോർജിനെ ഇറക്കി വിടേണ്ടി വന്നില്ലേ? ഇതുപോലെ ഓരോരുത്തരെയും ഇറക്കി ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ മുഴുവൻ അപ്പം തന്നെ
കോടതി ഇറക്കി വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ ഇവർക്ക് നിയമത്തെക്കുറിച്ച് ഇത്ര അവബോധമില്ല. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ദിവസവും കൈകാര്യം ചെയ്യുന്ന ഈ നിയമം തന്നെയാണല്ലോ. ഇതിനെക്കുറിച്ച് പോലും അറിയാൻ പാടില്ല. അത് മോളിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അവർ എന്തുകൊണ്ട് അവരുടെ വിശദീകരിക്കില്ല? സാറേ, ഇത് കേസെടുത്ത പ്രശ്നമാകും, അല്ലെങ്കിൽ ഇത് നിൽക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം അവർക്കും ഇല്ല. അല്ല, സർക്കാരുകൾ ഭരിക്കുന്ന മന്ത്രിമാരൊന്ന് ആലോചിക്കണം. നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിമർശനം കേട്ട് ചാടിക്കയറി പുറപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കുക. എന്തുകൊണ്ടാണ് കേരള പോലീസ് കഴിഞ്ഞ 10 ദിവസമായിട്ട് മോഹൻദാസിനെ തൊടാതിരുന്നത്? അത് ഇവർ പറയുന്ന സംഘീബന്ധത്തിന്റെ പുറത്തല്ല. ആ മനുഷ്യനെതിരെ കേസെടുക്കാൻ യാതൊരു വകുപ്പുമില്ല. പിന്നെ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കേസ് അങ്ങ് എടുത്തു. ആരുടെയാണ്? ഈ കമ്മികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കേസെടുത്തു. ഇല്ലെങ്കിൽ നിങ്ങൾ സംഘികളാണെന്ന് പറയുമെന്ന് ഭയന്ന് ഒരു കേസെടുത്തു. ആ കേസെടുക്കാൻ പോലും നിയമമില്ല. അതിനുള്ള യാതൊരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ടും പോലീസ് അനങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ കേസ് നിലനിൽക്കത്തില്ലെന്നും ഇതുപോലെ ഇങ്ങേരെ പിടിച്ചുകൊണ്ട് കോടതിയിൽ ചെന്നാൽ പോലീസിനിട്ട് ശരിക്കും കിട്ടുമെന്നും അറിയാമായിട്ട് തന്നെയാണ് പോലീസിന് മുതിരാതിരുന്നത്. ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? ഈ ആയങ്കിയെ പിടിച്ചപ്പോൾ ഓർത്തോണം, ഗുണ്ടയും ക്രിമിനലും സർവോപരി ഇപ്പോൾ കേരള പോലീസിനെയും കേരളത്തിന്റെ ക്രമസമാധാന നിലയും വെല്ലുവിളിച്ച ഒരു ഗുണ്ടയെ, ഒരു പ്രൊഫഷണൽ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇവിടുത്തെ അന്തം കമ്മികൾ ഫേസ്ബുക്കിൽ വന്ന് ഏതാണ്ടൊക്കെ എഴുതി വിടുന്നു എന്നുള്ളതിന്റെ പേരിൽ ഉടനെ TG മോഹൻദാസിനെ പോലെ യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരാളെ പിടിക്കാൻ ആളെ വിടുന്നു. അപ്പോഴേ അവർക്കറിയാം, കേരള പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കറിയാം, 10 ദിവസമായി ഇങ്ങേർക്കെതിരെ കേസെടുത്ത് വെച്ചിട്ട് അത് ഭരണത്തിൽ വെച്ചിരിക്കുക. അത് എടുത്തോണ്ട് കോടതിയിലോട്ട് ചെന്നാൽ ശരിക്കും കിട്ടും. കഴിഞ്ഞ സർക്കാരിൽ പിണറായിക്ക് എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇതുപോലെ ഇവരെ നിർബന്ധത്തിന് വഴങ്ങി ആകെപ്പാടെ ഇവർക്ക് അങ്ങേരെ ദ്രോഹിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു മട്ടാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡി എടുത്ത് രാത്രി മുഴുവൻ കൊണ്ടുവന്നൊരു പോലീസ് സ്റ്റേഷനകത്ത് ഇരുത്തി. അല്ല, അതാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീനിയർ സിറ്റിസൺ ആണ്. അങ്ങനെ ഒരാളിനോട് കാണിക്കേണ്ട മിനിമം മാനുഷിക പരിഗണന അവർ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സംഘികളല്ലേ ഈ സമയത്ത് കാലുമാറി. TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡി എടുത്തതോടെ ഇവിടുത്തെ സംഘികൾ, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ അടക്കം അയാളെ തള്ളിപ്പറഞ്ഞു. അതായത് തള്ളിപ്പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ. എനിക്ക് തോന്നുന്നു യുവരാജ് ഗോകുലോ ആരാണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേഷനിൽ പോയത്. ഇത് ആദ്യത്തെ ഒരു സംഭവം. എനിക്കറിയാം, നമ്മുടെ നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് തിരുവല്ലയിൽ. അദ്ദേഹം BJPയുടെ പിന്നെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. സുരേന്ദ്രൻ ഇരിക്കുന്നു, OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് അരുൺ പ്രകാശ്. നമ്മുടെ കേസൊക്കെ നടത്തുന്ന ഈ രഹന ഫാത്തിമ ഈ ദേഹത്ത് കളറടിപ്പിച്ചല്ലോ നഗ്നയായിട്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കൊണ്ട് ചെയ്യിച്ച സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന് ഒരു പരാതി കൊടുത്തു തിരുവല്ല പോലീസ് സ്റ്റേഷൻ. ഇതിന് പോക്സോ കേസ് എടുക്കണം എന്ന് പറഞ്ഞ് രഹന ഫാത്തിമയ്ക്ക്. എന്നിട്ട് മനോരമ ചാനലിൻ്റെ ഒരു ചർച്ചയിൽ ഇദ്ദേഹം വന്ന് ഇത് സംസാരിച്ചു. രഹന ഫാത്തിമയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തില്ലെന്ന് മാത്രമല്ല, ഈ പരാതി കൊടുത്ത പുള്ളിക്കെതിരെ പോക്സോ കേസ് പോക്സോ കേസ് എടുത്തു. പോക്സോ കേസ് എടുത്ത് കഴിഞ്ഞ് ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു നിസ്സാരമല്ല, പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്, അഭിഭാഷകരെ പോക്സോ കേസ് എടുത്തു. ഉടനെ അദ്ദേഹം BJPയുടെ ആൾക്കാരെ കൂട്ടി ഒരു പ്രതിഷേധം വെച്ചു. ഈ പ്രതിഷേധം വെച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ BJPയുടെ മറ്റു നേതാക്കൾ ഇടപെട്ട് ഈ പ്രതിഷേധം ബ്ലോക്ക് ചെയ്തു. അതപ്പോഴും അങ്ങനെയാണ്. ബ്ലോക്ക് ചെയ്തിട്ട് ഇയാള് അവസാനം എന്തായി, ഈ അഭിഭാഷകൻ കേസിൽ പ്രതിയായി അകത്തു പോകുന്ന ഘട്ടമായി. അദ്ദേഹം പിന്നെ നിയമ നടപടി സ്വീകരിച്ചത് കൊണ്ടും അവിടെ ഇരുന്ന ആ DYSP ഇത് എഴുതി തള്ളിക്കൊണ്ടും മാത്രം അങ്ങനെ രക്ഷപ്പെട്ടു. എന്താണ് സംഭവം എന്നറിയാം? അദ്ദേഹം മനോരമയുടെ ചാനലിൽ പങ്കെടുത്ത് ഇവരെ കുട്ടിയെ തിരിച്ചറിയുന്ന രീതിയിൽ സംസാരിച്ചു പോലും എന്നും പറഞ്ഞിട്ടാണ് കേസെടുക്കുന്നത്. കുട്ടിയെ കൊണ്ട് ഈ പണി കാണിച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ല, BJPയിൽ കേരളത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുക്കളിൽ ഇതുപോലെ ഒരു കള്ളക്കേസിൽ എടുത്താൽ കുടുക്കി ഒരു നേതാവ് വന്നില്ല. എല്ലാവരും വിളിച്ചു, വരാന്നെല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ആരും TG മോഹൻദാസിനെ സംഘപരിവാർ പ്രവർത്തകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരൊറ്റ BJP നേതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും രസം. എനിക്ക് സുരേന്ദ്രൻ മറ്റേ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരുപാട് പേര് എതിരായ നിലപാടാണ് സ്വീകരിച്ചത്. അതെന്താണ് വിഷയം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഈ കേരള പോലീസ് എന്ത് ചെയ്തു? അവർക്കറിയാം ഇതെടുത്ത കുഴപ്പമാണ്. അതുകൊണ്ട് അവർ 10 ദിവസം അനങ്ങായിരുന്നു. ഈ ആയങ്കിക്ക് വേണ്ടി ബാലൻസിങ് അറസ്റ്റിന് വേണ്ടി ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വലിയ വാർത്തയാക്കി അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. ഇനിയും വേറൊരു രസമുണ്ട്. നമ്മുടെ ഈ മാധ്യമങ്ങൾക്ക്, അതായത് ചാനലുകൾക്കും മറ്റു മാധ്യമങ്ങൾക്കും ഇന്ന് വരെ അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഒരാൾക്കൊരു ജാമ്യം കൊടുക്കുമ്പോൾ അതിന് ഉപാധി കൊടുക്കും. ആ ഉപാധിയെല്ലാം ഒരുപോലെ ആയിരിക്കും. അതിനകത്ത് ഒരു കർശനവും ഇല്ല. കർശന ഉപാധികളോടെ ജാമ്യം, എല്ലാ ബെയിലും കണ്ടീഷണൽ ബെയിലാണ്.
അത് ആദ്യം മനസ്സിലാക്കുക. കണ്ടീഷൻ ഇല്ലാത്ത വെയിലില്ല. അതെ, ഉപാധികളോട് കർശന ഉപാധികളോട്. എന്ത് കർശന ഉപാധിയാണ്? 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടണം. അതാണ് ഒരു ഉപാധി. ഇതിപ്പോൾ ഇദ്ദേഹത്തിന് 3 ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനാണ് ഒരു ഉപാധി കൊടുത്തിരിക്കുന്നത്. പിന്നെ അത്ര വലിയ കുറ്റകൃത്യമാണെങ്കിൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ട് ഇപ്പൊ പിന്നെ എല്ലാത്തിനും പിടിച്ച് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ കുറ്റകൃത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ചോ എങ്ങും സംസാരിക്കാൻ പാടില്ല. ഇതാണ് വേറൊരു ഉപാധി. ഈ മോഹൻദാസിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ എന്തും സംസാരിക്കാം, ഇത് മാത്രം സംസാരിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. ഇത് അറിയത്തില്ലെങ്കിൽ, റിപ്പോർട്ടർമാർക്ക് ഇത് അറിയത്തില്ലെങ്കിൽ ശ്രദ്ധിച്ചോളുക. ഏത് ജാമ്യത്തിനും ഉപാധികളുണ്ട്. ഉപാധികളില്ലാതെ ഒരു ജാമ്യവും കൊടുക്കുകയില്ല. പിന്നെ ഈ ജാമ്യ തുകയുടെ കാര്യത്തിൽ മാത്രമാണ്, ബോണ്ട് വെക്കുന്ന തുകയുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസം. നമ്മുടെ പല മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും അറിയില്ല എന്നുള്ള വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. ഒരിക്കലും എൻ്റെ ഒരു സഹപ്രവർത്തകനാണെന്ന ഒരാൾ വിളിച്ച് പറഞ്ഞു തന്നത്, ബ്യൂറോയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു തന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വധശിക്ഷ വിധിച്ചു എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ അയാളടുത്ത് പറഞ്ഞത് സെഷൻസ് കോടതി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി ആദ്യം സമ്മതിക്കുന്നില്ല. പിന്നെ പുള്ളി ഇവിടെ വിളിച്ച് തിരക്കിയിട്ട് പിന്നെ പുള്ളി പറഞ്ഞു. അപ്പം നമ്മളെ മാധ്യമരംഗത്തുള്ളവർക്ക് പോലും പലർക്കും ഈ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അത്ര ധാരണയില്ല. കോടതികളെക്കുറിച്ച്, ഈ ജുഡീഷ്യൽ ഓഫീസർമാരുടെ പദവികളെക്കുറിച്ചൊക്കെ തന്നെ പലർക്കും അറിയില്ല. അത് വലിയ പ്രശ്നമാണ് പലപ്പോഴും. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തോടെ ടി.ജി. മോഹൻദാസിന്റെ ഗ്രാഫ് ഉയർന്നു. കേരള പോലീസ് നാണം കെട്ടു. കഴിഞ്ഞ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് ഇതാണ് കേരളത്തിലെ പോലീസിന് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെന്നിത്തലയും ഏതാണ്ട് ആ വഴിയിലേക്ക് തന്നെ. ഇപ്പോഴും ഇവിടെ പിണറായി പോലീസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുകയും ചെയ്യരുത്. പിണറായി പോലീസ് ഇവിടെ വലിയ തോതിൽ ഇപ്പോഴും വ്യാപകമായി അവിടെ നിലകൊള്ളുന്നുണ്ട്. അവരെ സൂക്ഷിക്കുക. മനഃപൂർവ്വമാണ് പണി തരാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന ചെന്നിത്തല ഇതിനകത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയുടെയും പ്രതിപക്ഷത്തിന്റെയും വിമർശനം കേട്ടുകൊണ്ട് ആൾക്കാരെ പിടിച്ച് ജയിലിടാൻ പോയി കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് തന്നെ അത് പണിയായി മാറും. അതുകൊണ്ട് എല്ലാത്തിലും ഒന്ന് ആലോചിച്ച് നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്.